നമസ്കാരം. നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാർ. പലവരും വാടക വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരിക്കലും ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും തികയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. പലർക്കും ജോലിയില്ല, ഒരുപാട് ബുദ്ധിമുട്ടിലാണുള്ളത്. ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് ഗവൺമെന്റ് 3 കോടി ആൾക്കാർക്ക് സൗജന്യമായിട്ട് വീട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർത്തും സൗജന്യമായ ഗവൺമെന്റ് പദ്ധതിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്, ഏതാണ് ഇവർ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ്, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്താണ് പിന്നീട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പുത്തൻ അറിവുകൾക്കായിട്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ റിക്വയർമെന്റ്സ് എന്നോട് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ എന്നെ കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് PM ആവാസ് യോജന എന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഈ പദ്ധതി ഉണ്ട് എന്നതാണ് സത്യാവസ്ഥ. പലപ്പോഴും നമ്മളിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല സൗജന്യമായിട്ട് നമുക്ക് വീട് കിട്ടാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ഈ പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. പഞ്ചായത്ത് തീരുമാനം എടുക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ വീടുണ്ടാവില്ല. എത്രയോ വർഷങ്ങളായിട്ട് വീടില്ലാത്ത ആൾക്കാരുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് പോലും വീട് കിട്ടുന്നില്ല. പഞ്ചായത്തിന്റെ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതികളുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയുണ്ട്. ഒരു പദ്ധതി പ്രകാരം നമുക്ക് വീട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പദ്ധതിക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്യാം. ഒരേ സമയത്ത് ഇതിലെല്ലാത്തിലും അപ്ലൈ ചെയ്യാം. എല്ലാ പദ്ധതികളിലും നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമുക്ക് വീട് എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള പണം ഇല്ലെങ്കിൽ, നമുക്ക് വീട് ഈ നാട്ടിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം നമുക്ക് കിട്ടും. അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. വീടുമായി ബന്ധപ്പെട്ടിട്ട് 1-2 പദ്ധതികളുടെ കാര്യം നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. എല്ലാവരും അത് ചെയ്യണം. ഈ ഒരു പദ്ധതിയുടെ വെബ്സൈറ്റിലേക്ക് നമുക്കൊന്ന് പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് PM ആവാസ് യോജന വെബ്സൈറ്റ് ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഇത് അർബൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ട് പ്രചോദനം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് മാത്രം കേട്ടോ, ഒന്നുമില്ലാത്ത വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. ഇപ്പൊ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഹൗസുകൾ കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം ഹൗസുകൾ സാങ്ഷൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൗസുകൾ എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ അസിസ്റ്റൻസ് എത്ര റിലീസ് ചെയ്ത്, എത്ര പൈസ റിലീസ്, കോടികളാണ്, കോടികൾ. എത്ര കോടി നിങ്ങൾ ഇവിടെ നോക്കിക്കും? 1,64,125 കോടിയാണ് സെൻട്രൽ അസിസ്റ്റൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള എത്ര? 2 ലക്ഷം കോടിയുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പൊ ഗവൺമെന്റ് വീണ്ടും കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 8 ലക്ഷം കോടി. ഇത്രയൊക്കെ പൈസ ഗവൺമെന്റ് മാറ്റി വെക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഈ PM ആവാസ് യോജനയെ കുറിച്ച്? എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്? എനിക്കറിയാം, ഒരു 100% ആൾക്കാർക്ക് പോലും ഈ ഒരു സംഭവം കൃത്യമായിട്ട് അറിയില്ല. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പലരും അപ്ലൈ ചെയ്തിട്ടും ഉണ്ടാവില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ പദ്ധതി, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാം, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ദ മിഷൻ ലോഞ്ച്ഡ് 25 ജൂൺ 2015. 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പദ്ധതി. ഇപ്പൊ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജ്, അവരുടെ ട്വിറ്റർ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവന്റ് ഗാലറി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇവരുടെ വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും. ഇവരുടെ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ഭാഗത്ത് വന്നു നമുക്ക് 4 കോൺടാക്ട് നമ്പർ കാണാൻ പറ്റും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിന്റെ കേരളത്തിലെ നോഡൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ ആണ്. അവരുടെ ഓഫീസ് അഡ്രസ്സ്, മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 17ാമത്തെ റോയിലാണ് ഉള്ളത്. ഇവിടെ സൈറ്റിൽ കയറിയിട്ട് SLNA എന്ന് അടിച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഈ ഒരു പദ്ധതി വരുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഹൗസിംഗ് ഫോർ ഓൾ എന്ന് പറഞ്ഞ പദ്ധതി. ഈ പദ്ധതിയിൽ നമ്മൾ ആധാർ കാർഡ് വെച്ചും വിർച്വൽ ID വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ആധാർ കാർഡിന്റെ നമ്പർ കൊടുക്കുക, അതിനകത്തുള്ള പേര് നമ്മൾ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ട് PM ആവാസ് യോജനയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അറിയാത്തവർക്ക് അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞുതരും. CSC സെന്ററുകളൊക്കെ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഏരിയ ആണ്. നിങ്ങളുടെ പേരോ ഫാദറിന്റെ പേരോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ട് അറിയാനും സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിന്റെ CLSSന്റെ കാര്യങ്ങളും ഒക്കെ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അതിന്റെ ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും മറ്റുള്ളവരുടെ വെബ്സൈറ്റും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് PM ആവാസ് യോജന സൈറ്റിൽ കയറുക, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ രണ്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ കംപ്ലീറ്റ് അവൈലബിൾ ആണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ CSC സെന്ററിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ വീട് ഫ്രീ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീട് എനിക്ക് വെറുതെ കിട്ടുമല്ലോ, അങ്ങനത്തെ എന്തൊരു പദ്ധതി ഉണ്ടല്ലോ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്ത് പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ CSC സെന്ററിലോ അക്ഷയ സെന്ററിലോ പോയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടർ കൺട്രോളാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും വീട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ഇത് സെൻട്രലിന്റെ പദ്ധതി, ഇതുപോലുള്ള ഒരുപാട് പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റിന്, പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന് എല്ലാവർക്കും ഉണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ പദ്ധതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിലെ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.